ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ 1.1 ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ഇൻഡിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഇപ്പം എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ LCMും HCFും കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന ടു നമ്പേഴ്സ് അല്ലേ, ഈ ടു നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26 ആൻഡ് 91. എന്ത് ചെയ്യും? LCMും HCFും കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം എങ്ങനെയാണ് LCMും HCFും കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് ഓഫ് 26 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 26നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2, 1, 3, 13 ആണ് വന്നത് അല്ലേ. അപ്പോൾ 13 എന്താ? ഒരു പ്രൈം നമ്പറാണ്. ഫാക്ടേഴ്സ് 13 ഇൻറ്റു 1 മാത്രമേ വരും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 26 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 30. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫാക്ടേഴ്സ് ഓഫ് 91. 91നെ ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ. 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈവൻ നമ്പേഴ്സ് വന്നാൽ മാത്രമേ 2 വെച്ച് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ? 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ 0 വരില്ല. 5 വെച്ച് എന്തായാലും ചെയ്യാൻ പറ്റില്ല. 7 വെച്ച് ചെയ്യാൻ പറ്റുമോ? നോക്കാം അല്ലേ. 7 വെച്ച് ചെയ്യുമ്പോൾ 1 7s are 7. റിമൈൻഡർ 2 വരും, 21. അപ്പം എത്ര വരും? 3 7s are 21. വീണ്ടും 13 ഒരു പ്രൈം നമ്പറാണ്. ഫാക്ടേഴ്സ് 1ഉം 13ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 13. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? HCF കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പറഞ്ഞേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്താണ്? സ്മോളസ്റ്റ് പവർ. കോമൺ വരുന്നതിൻ്റെ സ്മോളസ്റ്റ് പവർ. ഇവിടെ ഏതാ കോമൺ വന്നേക്കുന്നത്? 13. ഇവിടെയും 13, രണ്ടും അല്ലേ. അപ്പോൾ അതാണ് കോമൺ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഈ കോമൺ കിട്ടിയേക്കുന്ന നമ്പറിൻ്റെ സ്മോളസ്റ്റ് പവർ എന്ന് പറയാൻ ആകെ 13 മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതണം? 13. HCF എങ്ങനെയാണ്? 13 ആണ് കിട്ടിയത്. നെക്സ്റ്റ് LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം നമ്പേഴ്സ് അല്ലേ. ഗ്രേറ്റസ്റ്റ് പവർ എഴുതണം ഈച്ച് നമ്പേഴ്സിൻ്റെ. അപ്പം ഈച്ച് നമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 2ൻ്റെ 2⁻1 തന്നെയാണ്. അപ്പോൾ അത് എഴുതുക. പിന്നെന്താണ്? 13 ഇൻറ്റു 7. ഇനി മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 13 ഇൻറ്റു 2 ചെയ്താൽ 6, 26. 26 ഇൻറ്റു 7, 6 7s are 42, 2, 4, 2 7s are 14, 14 plus 4, 18. Answer is 182. അപ്പോൾ LCMും HCFും കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്വസ്റ്റ്യൻ നോക്കിയേ. LCM ഇൻറ്റു HCF ആണ്. അപ്പം നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? LCM ഇൻറ്റു HCF. മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 182 ഇൻറ്റു 13 ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 182 ഇൻറ്റു 30. 3 2s are 6, 8 3s are 24, 4, 2, 1 3s are 3, 3 plus 2 5, 1 2s are 2, 1 8s are 8, 1 1s are 1, 6 6, 8 plus 5 13, 2. എന്ത് കിട്ടി? 2 3 6 6. ഇപ്പോൾ LCM ഇൻറ്റു HCF നമുക്കൊരു നമ്പർ കിട്ടി. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സും ഈ LCM ഇൻറ്റു HCFും ഈക്വൽ നമ്പേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കിത് നമുക്ക് തന്നിരിക്കുന്ന ഇത് പ്രൂഫ് ആണെന്ന് തെളിയിക്കാം അല്ലേ. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നമ്മുടെ നമ്പർ ഏതൊക്കെയാ? 26 ഇൻറ്റു 91. ചെയ്ത് നോക്കാമല്ലോ.
1 6 are 6, 1 2s are 2, 9 6 are 54, 5, 2 9s are 18, 18 plus 5, 23. 6, 6, 3, 2. എന്ത് കിട്ടി? 23, 6, 6. അപ്പോൾ LCM ഇൻറ്റു HCF നമുക്ക് കിട്ടി, പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് കിട്ടി. രണ്ടും ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു product of the two numbers. Hence verified. ഓക്കെ ആണല്ലോ? ഇതുപോലെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ചെയ്യാമല്ലോ. 5, 10 and 92 ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 5, 10ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് ഓഫ് 5, 10 ചെയ്ത് നോക്കിയാൽ 5, 10 ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യാം അല്ലേ? അപ്പം 2 2s are 4, റിമൈൻഡർ 1, 5 2s are 10, ഇവിടെയും 5 2s are 10, 2 1 2s are 2, 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഈവൻ നമ്പർ ആണ് അല്ലേ? അപ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് 3 വെച്ച് ചെയ്ത് നോക്കാം. 3 വെച്ച് ചെയ്യുമ്പം 8 3s are 24, റിമൈൻഡർ 1 വരും 5. ഇനി എളുപ്പമാണല്ലേ? 5 വെച്ച് ചെയ്യാം. 1 17. 17 ഒരു പ്രൈം നമ്പർ ആണ്. ഫാക്ടേഴ്സ് 1ഉം 17ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 5 10 എന്തൊക്കെ വരും? 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17. നെക്സ്റ്റ് നമ്പർ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 92 ചെയ്ത് നോക്കാമല്ലോ. 92നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 4 2s are 8, 6 2s are 12. Again 2 വെച്ച് ചെയ്യുമ്പം 2 2s are 4, 3 2s are 6. 23 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് 23ഉം ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 23. ഇതിനെ നമുക്ക് 2 2 ഉണ്ടായതുകൊണ്ട് 2 raised to 2 ഇൻറ്റു 23 പവേഴ്സിൽ എഴുതാം അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? HCF. HCF എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ വരുന്ന നമ്പറിൻ്റെ സ്മോളസ്റ്റ് പവർ. ഇവിടെ കോമൺ ഏതുണ്ട്? 2 ഉണ്ട്, 2 ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ലീസ്റ്റ് സ്മോളസ്റ്റ് പവർ ഏതാ? 2 raised to 1 ആണല്ലേ? അപ്പം HCF 2. നെക്സ്റ്റ് LCM. LCM എന്താണ്? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം നമ്പർ അല്ലേ? അപ്പം ഗ്രേറ്റസ്റ്റ് പവർ 2ഉം 2 ഉണ്ട്. 2 സ്ക്വയർ ഇൻറ്റു ബാക്കിയൊന്നുമില്ല അല്ലേ? ഗ്രേറ്റസ്റ്റ് എല്ലാം 1 ആണ്. അപ്പം 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 23. 2 സ്ക്വയർ എന്താ? 4, 4 3s are 12, 12 5s are 60. അപ്പം നമുക്ക് 60 ഇൻറ്റു 17 ചെയ്യുന്നതിന് എന്താണ്? 17 ഇൻറ്റു 6 ചെയ്യാം അല്ലേ? 0 വന്നാലെല്ലാം 0 തന്നെ വരും. അപ്പം 7 6 are 42, 4 1 6 are 6, 6 plus 4 10. ലാസ്റ്റ് ഒരു 0യും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് എന്ത്? 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 102 ഇൻറ്റു 23 ചെയ്യാം. 3 2s are 6, 3 1 3s are 3, 2 2s are 4, 0 2, 6 4 3 2. ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് കിട്ടും? ആൻസർ 23 4 6 0. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? LCM ഇൻറ്റു HCF കണ്ടുപിടിക്കണം. അപ്പോൾ 23 460 ഇൻറ്റു 2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 23 4 6 ഇൻറ്റു 2 ചെയ്യുമ്പം 12 1 8 plus 1 9, 3 2s are 6, 2 2s are 4. ലാസ്റ്റ് 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആൻസർ ഈസ് 46920. ഇപ്പോൾ LCM ഇൻറ്റു HCF കിട്ടി അല്ലേ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അത് ഇതുമായിട്ട് ഈക്വൽ ആണെങ്കിൽ വെരിഫൈ ചെയ്തു അല്ലേ? അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്.
പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നമ്പർ ഏതൊക്കെയാണ്? 510 ഇൻറ്റു 92. അപ്പോൾ എന്ത് ചെയ്യണം? 51 ഇൻറ്റു 92 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 1 2s are 2, 5 2s are 10, 1 9s are 9, 9 5s are 45, 2 9 6 4, ലാസ്റ്റ് ഒരു 0 കൂടി. അപ്പോൾ ആൻസർ ഈസ് 4 6 9 2 0. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അപ്പം എന്തെഴുതാം? LCM into HCF is equal to product of the two numbers. Hence, verified. Next question, 336 and 54. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Factors of 336. ചെയ്ത് നോക്കാം. 336നെ 2 വെച്ച് ചെയ്യുമ്പം 1 2s are 2, remainder 1, 6 2s are 12, remainder 1, 8 2s are 16. Again 2 വെച്ച് ചെയ്യുമ്പം 8 2s are 16, 4 2s are 8. 2, 4 2s are 8, 2 2s are 4. Again 2, 2, 1. ഇനി 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? 3 വെച്ച് ചെയ്യാം. 7 3s are 21. 7 ഒരു പ്രൈം നമ്പറാണ്. ഫാക്ടേഴ്സ് ആർ 7ഉം 1ഉം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7. 4 എണ്ണം ഉണ്ടല്ലേ? അപ്പോൾ പവറിൽ എഴുതാം 2 raised to 4 ഇൻറ്റു 3 ഇൻറ്റു 7. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് ഓഫ് 54 ചെയ്യാമല്ലോ. 54നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. എന്ത് കിട്ടും? 2 വെച്ച് 2 2s are 4, 7 2s are 14. Again 2 വെച്ച് പറ്റത്തില്ല. 3 വെച്ച് 9, 9 3s are 27. 3 വെച്ച് 3 3s are 9, 3 1 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 3 ഉണ്ട്. അപ്പം ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 1 എന്ന് എഴുതാം. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോമൺ ആയിട്ടുള്ള നമ്പറിൻ്റെ ലീസ്റ്റ് പവർ, സ്മോളസ്റ്റ് പവർ എടുക്കണം. അപ്പോൾ ഇവിടെ 2 raised to 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സ്മോളസ്റ്റ് പവർ 2 ആണ്. അപ്പോൾ 2 എഴുതൂ ഇൻറ്റു അടുത്ത കോമൺ 3 ക്യൂബ് ഉണ്ട്, 3 ഉണ്ട്. സ്മോളസ്റ്റ് പവർ 3. അപ്പം HCF is equal to 6 എന്ന്. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. LCM എന്താ കണ്ടുപിടിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് പ്രൈം നമ്പർ, പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ എടുക്കണം. അപ്പം ഇവിടെ ഏതാ? 2 raised to 4 ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 7. 2 raised to 4 എന്ന് പറയുമ്പോൾ 2 ക്യൂബ് 8, 8 2s are 16. 3 square 9, 9 ഇൻറ്റു 3 27 ഇൻറ്റു 7 ചെയ്യാമല്ലോ. 16 ഇൻറ്റു 27 ചെയ്യുമ്പം 6 7s are 42, 4 1 7s are 7, 7 plus 4 11, 6 2s are 12, remainder 1, 1 2s are 2 plus 1 3, 2 3 4. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 7s are 14, 1 7 3s are 21, 21 plus 1 22, 2 4 7s are 28 plus 30. 3024 എന്ന് കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? LCM ഇൻറ്റു HCF. 3024 ഇൻറ്റു HCF എന്താ? 6. അപ്പം 3024ൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യണം. 6 4s are 24, 2 2 6 are 12 plus 2 14, remainder 1, 0 into 6 0, 0 plus 1 1, 3 6 are 18. Answer is 18144. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് ദ two numbers.
നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് ഏതാ? 36 ആൻഡ് 54. 336 ഇൻറ്റു 54 ചെയ്യാമല്ലോ. 336 ഇൻറ്റു 54. 6 fours are 24. 2. 3 fours are 12 plus 2 14. Remainder 1. 3 fours are 12. 12 plus 1 13. 6 fives are 30. Remainder 3. 3 fives are 15. 15 plus 3 18. Remainder 1. 3 fives are 15 plus 1 16. 4 4. 8 threes are 8 plus 3 11. 6 plus 1 7 plus 1 8. Answer 18144. കിട്ടിയില്ലേ? നമ്മൾ എന്ത് എഴുതണം? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പർ. ഹെൻസ് വെരിഫൈ. നമുക്ക് പ്രൂഫ് കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സർസൈസ് 1.1, ക്വസ്റ്റ്യൻ നമ്പർ 3. Find the LCM and HCF of the following integers by applying the prime factorization method. First question, 12, 15 and 21. നമുക്ക് LCM HCF കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 12, 15 and 21. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കും? ഫാക്ടേഴ്സ് ഓഫ് 12. 12നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 2, 6, 2, 3. 3, 1. 2 into 2 into 3 into 1. Next number, factors of 15. 15 ചെയ്ത് നോക്കാമല്ലോ. 15നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വെച്ച് പറ്റുമോ? ഇല്ല. 3, 5, 5, 1. 3 into 5 into 1. Next, factors of 21. 21നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2 വെച്ച് പറ്റില്ല. 3, 7, 7, 1. അപ്പം 3 into 7 into 1. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? LCM. LCM കണ്ടുപിടിക്കാമല്ലോ. LCM ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് പവർ അല്ലേ? ഗ്രേറ്റസ്റ്റ് പവർ ഏതാ ഇതിനകത്ത് വരുന്നത്? ഇതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ ഇൻറ്റു ഇവിടെ 3 ഇൻറ്റു 5 ഇൻറ്റു 7. 2 സ്ക്വയർ എന്ത് വരും? 4. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 5 60. 60 ഇൻറ്റു 7 എന്ത് വരും? 42 അല്ലേ? അപ്പോൾ 420 LCM കിട്ടും. HCF എന്താണ്? ഇത് മൂന്നിൻ്റെയും ലീസ്റ്റ് പവർ വരുന്ന കോമൺ നമ്പർ ഏതെങ്കിലും ഉണ്ടോ? കോമൺ നമ്പർ ഉണ്ടല്ലേ? 3. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ HCF എന്ത് കിട്ടും? 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 17, 23 and 29. ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ. ഫാക്ടേഴ്സ് ഓഫ് 17. 17നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 17 ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ? അപ്പം അതിൻ്റെ ഫാക്ടേഴ്സ് 17, 1 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 17 into 1. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് 23. 23യെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 23 ഒരു പ്രൈം നമ്പർ ആണ്. ഫാക്ടേഴ്സ് 23 into 1. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് 29. 29 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഫാക്ടേഴ്സ് 29ഉം 1ഉം മാത്രമേ വരൂ. അപ്പം നമുക്ക് HCF കണ്ടുപിടിക്കാം. HCF എന്താ? ലീസ്റ്റ് കോമൺ വരുന്ന നമ്പറിന്റെ ലീസ്റ്റ് പവർ അല്ലേ? ഇവിടെ കോമൺ വരുന്ന ഏതാ? 1. അപ്പൊ എന്താ? HCF ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? LCM. LCM എന്താ? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ദ ഈച്ച് പ്രൈം നമ്പർ.
17 ഇൻറ്റു 23 ഇൻറ്റു 29. എല്ലാത്തിൻ്റെയും പവർ 1 അല്ലേ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 17 ഇൻറ്റു 23. 7 3s are 21, 2, 1 3s are 3, 3 plus 2, 5. 7 2s are 14, 1, 1 2s are 2 plus 1, 3. 1, 9, 3. ഇനി 391നെ നമുക്ക് 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 9s are 9, 9 9s are 81, 3 9s are 27, 27 plus 8, 35. 1 2s are 2, 2 9s are 18, 1 3 2s are 6, 6 plus 1 7. ആഡ് ചെയ്യുമ്പം 9 3 8 plus 5 3 13, 1 7 plus 3 10 11. അപ്പോൾ LCM എന്ത് കിട്ടും? 11 3 39. LCM HCF കണ്ടുപിടിച്ചല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ 8 9 ആൻഡ് 25. LCM HCF കണ്ടുപിടിക്കണം. ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ. ആദ്യം ഫാക്ടേഴ്സ് ഓഫ് 8. 8നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 4 2 2 1 അല്ലേ? അപ്പം എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1. 3 2 അല്ലേ? 2 റൈസ് ടു 3 ഇൻറ്റു 1. ഇനി എന്തെഴുതാം? ഫാക്ടേഴ്സ് ഓഫ് 9. 9നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 3 3 3 1. 3 ഇൻറ്റു 3 ഇൻറ്റു 1. ദാറ്റ് ഈസ് 3 സ്ക്വയർ ഇൻറ്റു 1. ഇനി ഫാക്ടേഴ്സ് ഓഫ് 25. 25നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 5 5 1. 5 ഇൻറ്റു 5 ഇൻറ്റു 1. ദാറ്റ് ഈസ് 5 സ്ക്വയർ ഇൻറ്റു 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. HCF എന്താ പറയുന്നത്? കോമൺ വരുന്ന നമ്പറിൻ്റെ ലീസ്റ്റ് പവർ. ഇവിടെ കോമൺ ഏതുണ്ട്? 1 അല്ലേ? അപ്പോൾ 1. HCF ഈസ് ഈക്വൽ ടു 1. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ അല്ലേ? അപ്പോൾ 2 ക്യൂബ് 3 സ്ക്വയർ 5 സ്ക്വയർ. 2 ക്യൂബ് 8, 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25. 8 9s are 72. 72 into 25. 2 5s are 10, 1, 7 5s are 35 plus 1, 36. 2 2s are 4, 2 7s are 14. 0, 6 plus 4 10, 1, 3 plus 4 7 plus 1 8, 1. 1 8 0 0. കിട്ടിയില്ലേ? LCM ഇൻറ്റു HCF കിട്ടിയല്ലോ നമുക്ക്. നെക്സ്റ്റ് എക്സസൈസ് 1.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4 ഗിവൺ ദാറ്റ് HCF ഓഫ് 306657 ഈക്വൽ ടു 9. ഫൈൻഡ് LCM ഓഫ് 306657. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എക്സസൈസ് ക്വസ്റ്റ്യനകത്ത് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഇത് വെരിഫൈ ചെയ്തു എന്ന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? LCM ഓഫ് 306 ഇൻറ്റു 657 ഇൻറ്റു HCF ഓഫ് 306 657 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പർ എന്താ? 306 ഇൻറ്റു 657. ഓക്കെ. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? HCF ഓഫ് ഈ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? 9 തന്നിട്ടുണ്ട്. അപ്പം LCM ഓഫ് 306 ഇൻറ്റു 657 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 306 ഇൻറ്റു 657 എന്ന് എഴുതാം. ഇവിടുന്ന് LCM കണ്ടുപിടിക്കാമല്ലോ. LCM ഓഫ് 306
ഇൻറ്റു 657 ഈസ് ഈക്വൽ ടു ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തുള്ള 9 നമുക്ക് ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ടാക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ അല്ലേ ചെയ്തേക്കുന്നത്. അപ്പം ഈക്വലിൻ്റെ ഇപ്പുറത്താകുമ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ്, ഇത് താഴോട്ട് പോകും അല്ലേ. അപ്പോൾ 306 ഇൻറ്റു T7 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാമല്ലോ. 306നെ 9 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 1 9s are 9, 3 9s 3 9s are 27. Okay, 336. 4 9s are 36. Remainder 0. അപ്പോൾ എന്ത് കിട്ടും, 34 ഇൻറ്റു 657. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാലോ. 657 ഇൻറ്റു 34 ചെയ്യുമ്പോൾ എന്ത് വരും, 7 4s are 28, 2 5s are 5 4s are 20, 20 plus 2 22, 2 6 4s are 24, 24 plus 2 26. 3 7s are 21, 2 5 3s are 15, 15 plus 2 17, remainder 1. 6 3s are 18, 18 plus 1 19. 8 3 6 plus 7 13, 9 2 11, 11 12 അല്ലേ. അപ്പോൾ 1 plus 1 2. ആൻസർ ഈസ് 22 338. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പം ഇങ്ങനെ വേണം ചെയ്യാൻ. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് വെരിഫൈ ചെയ്താണ്. അപ്പം നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.